ഇപ്പൊ ശബരിമല സീസൺ ആണ്, അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേരിലേക്ക് ഇത് എത്തുന്നുണ്ട്. പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട് മാളികപ്പുറം. ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ഈ ഒരു ക്ഷേത്രം മാത്രമേ മാളികപ്പുറത്തുള്ളൂ. ശബരിമല കഴിഞ്ഞാൽ കേരളത്തില് മാളികപ്പുറത്തിന്റെ ക്ഷേത്രം ചീരപ്പഞ്ചിറ മാളികപ്പുറത്തമ്മ ജനിച്ച് തറവാട്ടിൽ മാത്രമേ ഉള്ളൂ. അതെ അതെ, അതിന്റെ ഒരു ഐതിഹ്യം ശരിക്കും എങ്ങനെയാ? പിന്നെ മാളികപ്പുറത്തമ്മയുടെ അല്ല, ഈ ജനിച്ചു എന്ന് പറയുമ്പോൾ ഈ മാളികപ്പുറത്തമ്മ എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനെ കളരിപ്പയറ്റ് പഠിപ്പിച്ച ഗുരുനാഥന്റെ മകളാണ്. ചില അയ്യപ്പനെ കളരിപ്പയറ്റ് പഠിപ്പിച്ചത് ഇവിടെ 3 ഗുരുക്കന്മാരായിരുന്നു, ചീരൻ, അപ്പൻ, രപ്പൻ. ചീരൻ എന്ന് പറഞ്ഞ കക്ഷി ആയുർവേദത്തിൽ അതിനിപുണനായിരുന്നു. അപ്പൻ എന്ന് പക്ഷേ ഈ മന്ത്രതന്ത്ര വിദ്യകൾ, ചില കൂട് വിട്ട് കൂട് മാറുക, അങ്ങനെ ആകെ നിൽക്കുന്ന ഇപ്പിൽ കാണാതാകുക, അങ്ങനത്തെ ഒരു മന്ത്രത്തിൻ്റെ അതിൽ ഈ രപ്പപ്പണിക്കർ എന്ന് പറഞ്ഞ കക്ഷിയാണ് ഈ കളരിയുടെ ഗുരുക്കൾ. രപ്പപ്പണിക്കരുടെ മകളാണ് ലളിതാംബിക. അതാണ് മാളികപ്പുറത്തമ്മയുടെ ഒഫീഷ്യൽ നെയിം, ലളിതാംബിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീരപ്പഞ്ചിറയിലെ ലളിതാംബികയാണ് മാളികപ്പുറം